പുരുഷന്മാരെന്ത് ചെയ്ത് സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ട് പുരുഷന്മാരോട് തന്നെ താല്പര്യം തോന്നുന്ന പ്രകൃതി വിരുദ്ധമായ സ്വർഗരതികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അള്ളാഹു താല അവരുടെ മേല് അതിഭയങ്കരമായ ശിക്ഷകളാണ് ഇറക്കിയത്. ഇതുപോലുള്ള ഹറാമായ ബന്ധങ്ങളിൽ പെടാതിരിക്കാനും ഈ ദുആ നിങ്ങൾ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പണ്ട് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ജോർദാനിലെ ചാവുകടലിന് സമീപം മനോഹരമായ ഒരു നഗരമുണ്ടായിരുന്നു, സദൂം എന്നു പേരുള്ള. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായിരുന്നു ആ പ്രദേശം. തെറ്റായ വഴിയിൽ പോയ സദൂമിലെ ജനങ്ങൾ വലിയ സമ്പന്നരായിരുന്നുവെങ്കിലും അവർ ഭയങ്കരമായി വഴിപിഴച്ചവരായിരുന്നു. അവർ അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിക്കുകയും പുരുഷന്മാരോട് തന്നെ താല്പര്യം തോന്നുന്ന വിധത്തിൽ പ്രകൃതി വിരുദ്ധമായ സ്വർഗരതികൾ അവിടെ പതിവായി. കൂടാതെ വഴിയിലൂടെ പോകുന്നവരെ കൊള്ളയടിക്കുകയും പരസ്യമായി തിന്മകൾ ചെയ്യുന്നതും അവർക്കൊരു വിനോദമായി മാറി. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ഇത് കണ്ട് വളരെയധികം വേദനിച്ചു. അവർ വളരെ സ്നേഹത്തോടെ അവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ലോകത്ത് ആരും ചെയ്യാത്ത ഈ കൊടും പാപം അവസാനിപ്പിക്കുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയക്കുക, പേടിക്കുക, സൂക്ഷിക്കുക എന്ന്. എന്നാൽ അവരെന്താക്കി? അദ്ദേഹത്തെ കളിയാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത്ര പരിശുദ്ധനാണെങ്കിൽ ഇവിടം വിട്ട് പൊയ്ക്കോളൂ എന്നതായിരുന്നു പരിഹാസമട്ടിൽ അവർ ലൂത്ത് നബി അലൈഹി സ്വലാമിന് നൽകിയ മറുപടി. അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം പ്രബോധനം നടത്തിയെങ്കിലും ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ചുരുക്കം പേരല്ലാതെ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ദുഷ്ടജനതയ്ക്കൊപ്പമായിരുന്നു. ആരും അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് സുന്ദരനായ ധാരാളം അതിഥികൾ വീട്ടിലേക്ക് വന്നെത്തി. വാസ്തവത്തിൽ അവര് മനുഷ്യരായിരുന്നില്ല കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച മലക്കുകളായിരുന്നു, മാലാഖമാരായിരുന്നു. എന്നാൽ ലൂത്ത് നബി അലൈഹി സ്വലാം ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. വന്നത് മാലാഖമാരാണെന്നുള്ളത് ലൂത്ത് നബി അലൈഹി സ്വലാം അറിഞ്ഞിരുന്നില്ല. അപരിചിതരായ സുന്ദരനായ യുവാക്കൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലുണ്ടെന്ന കാര്യം ജനങ്ങൾ നാടാകെ പരന്നു. ഇതറിഞ്ഞ ദുഷ്ടന്മാരായ ജനങ്ങൾ എന്താക്കി? ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വീട് വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന്. തൻ്റെ അതിഥികളെ സംരക്ഷിക്കാൻ ലൂത്ത് നബി അലൈഹി സ്വലാം ജനങ്ങളോട് അപേക്ഷിച്ചു. നിങ്ങൾ എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ജനക്കൂട്ടം വാതിൽ തകർക്കാൻ തുടങ്ങിയപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു. മലക്കുകൾ അപ്പോൾ സത്യം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ മനുഷ്യന്മാരല്ല, അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച മാലാഖമാരാണെന്നുള്ള കാര്യം മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് അറിയിച്ചു. മാലാഖമാർ പറഞ്ഞു ലൂത്ത് നബി അലൈഹി സ്വലാമിനോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ അള്ളാഹു തആല അയച്ചതാണ്. ഇവർ മുഴുവനും നശിക്കാൻ വേണ്ടി പോവുകയാണ്, ഇപ്പോൾ തന്നെ ശിക്ഷ വരാൻ വേണ്ടി പോവുകയാണെന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, താങ്കളിൽ വിശ്വസിച്ചവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇവിടെ നിന്നും പുറപ്പെടുന്ന സമയത്ത് ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കരുതെന്ന് മലക്കുകൾ അവരോട് പറഞ്ഞു. പക്ഷേ താങ്കളുടെ ഭാര്യ കൂടെ വരികയില്ല, അവളും ഈ ജനതയ്ക്കോടൊപ്പം നശിക്കേണ്ടവളാണെന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ലൂത്ത് നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളുമായി നഗരം വിട്ടു. പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ ഭീകരമായ ശിക്ഷ സദൂമിനെ തേടിയെത്തി. ആ നഗരത്തെ മലക്കുകൾ കീഴ്മേൽ മറിച്ചു. ഒരു നഗരത്തെ മലർത്തി അടിക്കുക എന്നൊക്കെ പറയുന്ന വിധം ആ നഗരത്തെ കീഴ്മേൽ മറിച്ചു മലക്കുകൾ. ആകാശത്തു നിന്നും തീയിൽ ചുട്ട ഇഷ്ടിക കല്ലുകൾ പോലുള്ള കല്ലുകൾ, വെന്ത കല്ലുകൾ മഴ വർഷിക്കും പ്രകാരം അവരുടെ മേലേക്ക് അള്ളാഹു തആല വർഷിപ്പിച്ചു മലക്കുകളിലൂടെ. ഭീകരമായ ഒരു ശബ്ദം ആ നഗരത്തെ വിറപ്പിച്ചു. സകല അഹങ്കാരികളും ആ നഗരങ്ങളും നിമിഷ നേരം കൊണ്ട് ഇല്ലാതായിപ്പോയി. ഇന്ന് ജോർദാനിൽ ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ നഗരം ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിൻകാലക്കാർക്ക്, വരും തലമുറക്ക് ഒരു പാഠമായി ഇപ്പോഴും അള്ളാഹു തആല ആ ചരിത്രത്തെ അള്ളാഹു തആല നിലനിർത്തുന്നു. അപ്പോൾ ഈ ചരിത്രത്തിൽ എന്തെല്ലാം ശിക്ഷയാണ് അള്ളാഹു തആല ഇതുപോലുള്ള സ്വർഗരതികളായവർക്കും ഇതുപോലെ ഹറാമായ ബന്ധങ്ങൾ തേടി പോകുന്നവർക്കും അള്ളാഹു തആല നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മക്കൾ ഇതുപോലുള്ള ഹറാമായ പ്രകൃതി വിരുദ്ധമായ ജീവിതം നയിക്കാതിരിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാനും എപ്പോഴും നിങ്ങൾ ഈ ദുആ പതിവാക്കുക, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക.
മക്കൾ ചൊല്ലാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ചൊല്ലിയിട്ട് അവർക്ക് വെള്ളത്തിലോ മന്ത്രിച്ചിട്ട് മക്കളെ കൊണ്ട് കുടിപ്പിക്കുക അവരറിയാതെ. സൂറത്തുൽ ഫുർഖാനിൽ ഏറ്റവും നല്ല പ്രശസ്തമായൊരു പ്രാർത്ഥനയുണ്ട് മക്കൾ നല്ലവരായി തീരാനും. മനസ്സിലായില്ല? നിത്യവും ഈ ദുആ നിങ്ങൾക്ക് ചൊല്ലാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ഭയഭക്തിയുള്ള മുത്തക്കീങ്ങൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. എപ്പോഴും ഈ ദുആ ചൊല്ലുക, മക്കൾക്ക് ഓതിക്കൊടുക്കുക. നമ്മളെ മക്കൾ അല്ലാഹു തആല നല്ല മക്കളാക്കി തരട്ടെ. ഹറാമായ ഒരു ബന്ധത്തിലേക്കും പോകാതെയുള്ള നല്ല ജീവിതം നയിക്കുവാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അടുത്ത് നല്ലൊരു വിഷയമായിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.